സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബാലകൃഷ്ണൻ പുത്തൂർ. എല്ലാവർക്കും നമസ്കാരം. രാമായണം എഴുതിയ വാൽമീകി ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പൂർവവൃത്താന്തം എന്താണ്? രത്നാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേര്. രത്നാകരൻ വലിയ കൊള്ളക്കാരനായിരുന്നു. വഴിയാത്രക്കാരെ കൊള്ള ചെയ്താണ് അദ്ദേഹം കുടുംബം പോറ്റിയിരുന്നത്. ഒരിക്കൽ സപ്തർഷികൾ വനത്തിലൂടെ വരുന്നത് കണ്ട് അവരെ കൊള്ള ചെയ്യാൻ ഓടിച്ചെന്നപ്പോൾ മുനിമാർ രത്നാകരനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണ് നീ ചെയ്യുന്നത്? എന്തിനാണ് ഇത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഞാൻ കൊള്ള ചെയ്യുന്നതെന്ന് പറഞ്ഞു. നീ ചെയ്യുന്നത് വലിയ പാപകർമ്മങ്ങളാണെന്നും അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുകയും വേണം. കുടുംബം പോറ്റാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഈ ദുഷ്കർമ്മങ്ങളുടെ ഫലം അവർ കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്നും അതിന് അവർ തയ്യാറാകുമോ എന്നും ചോദിച്ചിട്ട് വരൂ. നീ വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും മുനിമാർ പറഞ്ഞു. മുനിമാരുടെ ഈ വാക്ക് കേട്ട് രത്നാകരൻ വീട്ടിൽ ചെന്ന് മക്കളോടും ഭാര്യയോടുമായി ചോദിച്ചു. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തത്ഫലം പകുത്തൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മത്പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. രത്നാകരന്റെ അസാധാരണമായ ഈ ചോദ്യം കേട്ട് അവർ ആശ്ചര്യപ്പെട്ടുപോയി. അവർ ഉത്തരമൊന്നും പറയാതിരുന്നപ്പോൾ രത്നാകരൻ വീണ്ടും ചോദിച്ചു. സത്യം പറയണം, സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാർ. അവർ പറഞ്ഞ ഉത്തരം എന്തെന്ന് നിങ്ങൾക്കറിയാം. ആ കാട്ടാളപത്നിയും മക്കളും പറഞ്ഞ മറുപടി കേട്ട് ആ കാട്ടാളന്റെ കഠിന ഹൃദയം തകർന്നുപോയി. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യർ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. കൊത്തിവെക്കേണ്ട വരികളാണിവ. ഈ വരി എന്നും ഉള്ളിലുണ്ടാകണം. ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് സൽക്കർമ്മങ്ങളായാലും ദുഷ്കർമ്മങ്ങളായാലും അതിൻ്റെ കർമ്മഫലം ചെയ്ത ആളുകൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഞാനും അതു കേട്ടു ജാതനിർവേദനായി മാനസേ ചിന്തിച്ചോരോതരം താപസന്മാർ നിന്നരുളുന്നതിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനൻ. നിത്യ തപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതന്തക്കരണവും. ഇങ്ങനെയാണ് രത്നാകരനിൽ നിന്നും വാൽമീകിയിലേക്കുള്ള യാത്ര. ആ കാട്ടാളപത്നിയുടെ പാദങ്ങളിലാണ് ഭാരതം ആദ്യം നമസ്കരിക്കേണ്ടത്. കാരണം അവർ ഈ വിധം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിന് വാൽമീകി എന്ന ബ്രഹ്മസാക്ഷാത്കാരം നേടിയ മുനിയെ ലഭിക്കുമായിരുന്നില്ല. രാമായണമെന്ന ഇതിഹാസവും. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബാലകൃഷ്ണൻ പുത്തൂർ.